ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു കഥ നോക്കിയാലോ? ഭിക്ഷക്കാരിയെ പോലെ അപമാനപ്പെട്ട് ജീവിച്ചിരുന്ന പെണ്ണ് ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ കോടീശ്വരിയായി മാറിയിരിക്കുന്നു. അതെ, അത്തരമൊരു വ്യത്യസ്തമായ കഥ പറയുന്ന ജിമ്മി എന്ന ബംഗാളി സിനിമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാശൊട്ടുമില്ലാത്ത ഒരു രൂപ പോലും നോക്കി ചിലവാക്കുന്ന ഭാര്യയും ഭർത്താവും. ഭാര്യ ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. എന്നാൽ ഒരു ദിവസം ഭാര്യയ്ക്ക് തന്റെ ഓഫീസിൽ നിന്നും ഒരു നിധി കിട്ടി. അതിലൂടെ അവരുടെ ലൈഫ് എങ്ങനെ മാറി, എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് മുഴുവൻ കഥയും. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കഥാനായികയെ ലൈലയും ഒരു പയ്യനും കൂടിയിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അത് മറ്റാരോ വീഡിയോ എടുക്കുന്നു. എന്നാൽ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായികയെ ലൈലയുടെ ലൈഫിനെ പറ്റിയാണ്. ഈ ലൈല ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. വീട്ടില് ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെയും കാര്യമൊക്കെ നോക്കിയിട്ട് അതിനുശേഷമാണ് ലൈല ജോലിക്ക് പോകുന്നതും. ലൈലയുടെ ഭർത്താവാണെങ്കിൽ മറ്റൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ തന്നെ ജോലിക്കായിട്ട് പോകുന്ന ലൈല നേരെ പോകുന്നത് പാട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ലൈല നന്നായിട്ടൊന്നും പാടത്തൊന്നുമില്ല. എന്നാൽ അവളുടെ മനസ്സിലാണെങ്കിൽ അവൾ ഒരു KS ചിത്രയാണ് എന്നുള്ളൊരു ഭാവമാണ്. എന്നാൽ നന്നായിട്ട് പാട്ട് പാടുമോ? അതുമില്ല. പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നേരെ ഓഫീസിലേക്ക് നടക്കും. ആ സമയത്ത് തന്നെയായിരുന്നു അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതും. എന്തെന്നാൽ ബംഗ്ലാദേശിലാണ് ഈ കഥ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈല പതുക്കെ നടന്നാണ് പോകുന്നതും. വണ്ടിയൊന്നും കിട്ടത്തില്ല, അത്രയ്ക്കും അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ അടുത്തുള്ളൊരു സ്വർണ്ണക്കടയിൽ കൂടി കയറുന്നുണ്ട്. ലൈലയ്ക്കൊരു കമ്മൽ വാങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മാസങ്ങൾക്ക് മുൻപേ കമ്മലിനുള്ള അഡ്വാൻസ് കാശ് കൊടുത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ കുറച്ചു കാശും കൂടി കൊടുത്താൽ മാത്രമേ ലൈലയ്ക്ക് ആ കമ്മൽ സ്വന്തമാക്കുവാനായും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ കടയിൽ കയറി കമ്മൽ ഇട്ടു നോക്കും, തിരികെ പോകും. അതുകൊണ്ട് തന്നെ കടക്കാരൻ പറയുന്നത്, നീ എത്രയും വേഗം ബാക്കി കാശ് തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണവില കൂടിക്കൂടി വരികയാ, നിനക്ക് ബാക്കിയുള്ള കാശൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് കടക്കാരൻ പറയുന്നത്. ലൈലയാണെങ്കിലോ താൻ കാശ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്റെ ഓഫീസിലേക്ക് പോകുന്നു. ലൈല ഓഫീസിലെത്തുന്ന സമയത്ത് അവിടെയുള്ള 2 പേരാണെങ്കിൽ ലൈലയെ വല്ലാത്ത രീതിയിലാണ് നോക്കുന്നതും. മാത്രമല്ല ആ ഓഫീസിലേക്ക് അരവിന്ദ് എന്നൊരു പയ്യൻ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ അരവിന്ദ് മാത്രമാണ് ലൈലയോട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കുന്നതും. ലൈല ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഇനിയും നീ ഇതുപോലെ കാണിച്ചാൽ നിനക്ക് ഞാൻ ആബ്സെന്റ് ഇടുമെന്നും അവരുടെ ഹെഡ് പറയും. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ. എന്നാലും ലൈല ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹെഡ് വഴക്ക് പറയുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ലൈലയുടെ ഹസ്ബൻഡ് തന്റെ കമ്പനിയിലേക്ക് പോകും. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഹസ്ബൻഡ് അറിയുന്നതും. എന്തെന്നാൽ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനി അടച്ചു മൂടുവാൻ പോവുകയാണ്. ജോലി നഷ്ടമായാൽ ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയാണ് ലൈലയുടെ ഹസ്ബൻഡായ ഭഗത് സിംഗിന്. എന്നാൽ ഭഗത് സിംഗ് ആണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത്, എന്ത് ചെയ്യാൻ, കുടുംബത്തോടു കൂടി നടു റോട്ടിൽ നിൽക്കാം, അത് തന്നെയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. മറ്റൊരു വശത്ത് ഓഫീസിലിരിക്കുന്ന ലൈലയെ കാണിക്കും. ലൈല ഒരു രജിസ്റ്റർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതും. അതേ ഓഫീസിലേക്ക് ഒരു പാവപ്പെട്ട ഒരാൾ കയറി വരികയാണ് അവരുടെ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന കാര്യം സംബന്ധിച്ച്. എന്നാൽ അവിടുത്തെ ഹെഡാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നതേയില്ല. ഒപ്പിട്ട് തരണമെങ്കിൽ 4000 രൂപ തരണമെന്നും ആവശ്യപ്പെടും. പക്ഷേ ആ പാവങ്ങളുടെ കയ്യിൽ 4000 രൂപ എടുക്കാനേ ഇല്ല. അതെല്ലാം ലൈല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കി ലൈലയാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തും കൊടുക്കുന്നു. അങ്ങനെ അവർ ലൈലയോട് ഒരുപാട് നന്ദിയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുന്നതിന് മുൻപ് പഴയ ഫയലുകളെല്ലാം അടുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫയലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തേക്ക് ലൈല എത്തും. എന്നിട്ട് അവിടെ തന്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ലൈലയുടെ കണ്ണിൽ ഒരു കാര്യം കാണുന്നത്. അത് കണ്ടതും അവൾ ഞെട്ടിപ്പോകുന്നു. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഭഗത് സിംഗ്. ലൈലയുമുണ്ട്. ഭഗത് സിംഗ് ആണെങ്കിൽ തന്റെ ജോലി നഷ്ടമായ കാര്യം ലൈലയോട് പറയുന്നില്ല. ഇത്രയും നാൾ ഭഗത് സിംഗിന്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ടാണ് ജീവിച്ചു വന്നതും. എന്നാൽ ഇങ്ങനെ തന്റെ ജോലി നഷ്ടമായത് കൊണ്ട് തന്റെ ഫാമിലി മുഴുവൻ തെരുവിലേക്ക് വന്ന് ഭിക്ഷക്കാരുടെ പോലെ ജീവിക്കേണ്ടി വരുമോ എന്ന ടെൻഷനാണ് ഭഗത് സിംഗിന്. അന്നേ ദിവസം രാത്രി 2 പേരും ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ ലൈലയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. തന്റെ ഓഫീസിൽ കണ്ട ആ ഒരു സാധനമുണ്ടല്ലോ, ഒരു ബോക്സാണ് അവൾ കണ്ടത്. ആ ബോക്സിനെ കുറിച്ചാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും.
മാത്രമല്ല അവൾക്ക് നല്ല സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഓഫീസിലെത്തുകയാണ് ലൈല. ലൈലയ്ക്കാണെങ്കിൽ ഒരുപാട് പേർ കടം കൊടുക്കാനുണ്ട്. ആരെന്ത് പറഞ്ഞു വന്നാലും ലൈല അവർക്ക് പൈസ കടം കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർ ലൈലയ്ക്ക് കാശ് തിരികെ കൊടുക്കാനുണ്ട്. അതിലൊരാളാണ് പുതുതായിട്ട് ജോയിൻ ചെയ്ത അരവിന്ദും. അരവിന്ദ് ലൈലയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 10,000 രൂപ ലൈലയ്ക്ക് തിരികെ കൊടുക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ ലൈലയ്ക്ക് അടുത്തേക്ക് വന്നിട്ട്, എന്റെ മകന് സ്കൂൾ ഫീസ് അടയ്ക്കണം, ഒരു 10,000 രൂപ അത്യാവശ്യമാണ്, നീ എനിക്ക് തന്ന് സഹായിക്കുമോ എന്ന് ലൈലയോട് ചോദിക്കുന്നു. എന്നാൽ ലൈല ഒരു നിമിഷത്തേക്ക് എന്റെ കയ്യിൽ കാശില്ല എന്ന് പറയും. എന്നാലും അവരവരുടെ അവസ്ഥ ലൈലയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്നതും ലൈലയ്ക്ക് വല്ലാതെ സഹതാപം തോന്നുന്നു. മാത്രവുമല്ല, ഈ ലൈലയാണെങ്കിൽ സ്വർണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശ് അഡ്വാൻസ് കൊടുത്തിരുന്നല്ലോ. ഇനി കുറച്ച് കാശും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സ്വർണം കിട്ടും. ഈ അരവിന്ദ് കൊടുത്ത കാശ് കൊണ്ടുവന്ന് ആ ഒരു സ്വർണം വാങ്ങാമെന്നായിരുന്നു ലൈലയുടെ മനസ്സിലെ. പക്ഷെ ഇപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ അറിഞ്ഞതും ലൈലയ്ക്ക് വല്ലാതെ പാവം തോന്നി. തന്റെ കൈവശമുണ്ടായിരുന്ന 10,000 രൂപ അവർക്ക് കൊടുത്ത് സഹായിച്ചു. അതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ലൈല വരുന്നത് ആ ഒരു ജുവലറിയിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ ഓണറിനോട് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ 10,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അത്യാവശ്യമെന്ന് ഒരാൾക്ക് കൊടുത്തുപോയി. ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ഞാൻ അഡ്വാൻസ് തന്ന് ഉറപ്പിച്ച ആ ഒരു സ്വർണം ലോക്ക് ചെയ്ത് വെച്ചേക്കാനായി പറ്റുമോ? ഞാൻ ശമ്പളം വരുന്ന സമയത്ത് ബാക്കി തുക കൊണ്ടുതരാം, അന്നേരം എനിക്ക് തന്നാൽ മതിയെന്ന് ലൈല പറയും. എന്നാൽ അത് കേട്ട് ജുവലറി ഓണർക്ക് വല്ലാതെ ദേഷ്യം വരും. ഇത്രയും നാളായിട്ടും ഞാൻ നിന്റെ സ്വർണം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, സ്വർണത്തിനിപ്പോൾ വില കൂടി വരിക. ഒന്നുകിൽ നീ ഇപ്പോഴുള്ള സ്വർണത്തിന്റെ വില തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കാശ് തരാനായിട്ടും പറ്റില്ലെങ്കിൽ നിന്നെ പോലുള്ള പിച്ചക്കാരൊന്നും സ്വർണം ഇടരുത്. നിനക്കൊക്കെ എന്തിനാ സ്വർണം? കാശ് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീയൊന്നും സ്വർണം ഇടരുത്, എന്തിനാ അതിനൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ലൈല കൊടുത്ത 10,000 രൂപ ലൈലയുടെ കൈവശം തിരികെ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോകും. ലൈലയ്ക്ക് വല്ലാതെ സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനപ്പെട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് ലൈല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. എന്നാൽ ഇറങ്ങിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞതും വേഗം തന്നെ ലൈല ആ ജുവലറിയിലേക്ക് വരുന്നു. എന്നിട്ട് കുറെ കാശ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, ആ സ്വർണ്ണമെട്, ആ മാലയിട്, ആ നെക്ലസ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്വർണം അവൾ വാങ്ങുകയാണ്. അവളുടെ കൈവശം എവിടെ നിന്ന് ഇത്രയും കാശ് വന്നെന്ന് ആർക്കും അറിയത്തേയില്ല. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അത്രയും നാള് തുച്ഛമായ തുക കൊടുക്കാനില്ലാത്ത ലൈല ഇപ്പോൾ പേഴ്സ് നിറച്ച് കാശുമായിട്ട് വന്നിട്ട് സ്വർണം എല്ലാം വാങ്ങിക്കൊണ്ടു പോകുന്നു. അത് കണ്ട് ജ്വല്ലറി ഉടമയും ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അവൾ വീട്ടിൽ വന്നിട്ട് എല്ലാ സ്വർണവും ഇട്ടു നോക്കും. അതെല്ലാം കണ്ടുകൊണ്ട് ലൈലയുടെ ഭർത്താവും കയറി വരികയാണ്. ഇതെവിടെന്നാ ഇത്രയും സ്വർണം എന്നൊക്കെ ഭർത്താവ് ചോദിക്കുന്ന സമയത്ത്, അതോ ഇതെല്ലാം കവറിങ്ങാ, വെറും ഗോൾഡ് കവറിങ്, അല്ലാതെ ഞാനിങ്ങനെ സ്വർണം വാങ്ങാനാണെന്നും ലൈല പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണെന്ന് ലൈല ഭർത്താവിനോട് തുറന്നു പറയുന്നതേയില്ല. സത്യത്തിൽ ലൈലയുടെ കൈവശം ഇത്രയും കാശ് വന്നത് എങ്ങനെയെന്നാൽ, ലൈലയാണെങ്കിൽ ഫയലൊക്കെ പറക്കി വെക്കുവാനായി പോകുന്ന സമയത്ത് അവിടെ എന്തോ ബോക്സ് കണ്ടെന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ ആ ബോക്സിനുള്ളിൽ നിറയെ കാശായിരുന്നു. അതാരുടെ കാശാണെന്നോ എങ്ങനെ അവിടെ വന്നെന്നോ ഒന്നും തന്നെ ലൈലയ്ക്ക് അറിയത്തേയില്ല. എന്നാൽ അവിടെ ഇരിക്കുന്ന കാശ് കണ്ടതും ലൈലയാണെങ്കിൽ ആ കാശ് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ആ ഒരു കാശ് കൊണ്ടാണ് ഇത്രയും സ്വർണം അവൾ വാങ്ങിച്ചതും. പക്ഷെ ഈ ഒരു കാര്യമൊന്നും ഭർത്താവിനോട് പറയുന്നതേയില്ല. ബാക്കിയുള്ള പണം ആരും അറിയാതെ അവൾ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും. ഈ പണം ആരുടെ എന്നാൽ ആ ഓഫീസിൽ തന്നെയുള്ള 3 പേര്, ഇവരുടെ 3 പേരുടെയും കാശാണ് ഇപ്പോൾ ലൈല അടിച്ചു മാറ്റിയിരിക്കുന്നതും. അവർ 3 പേരും അവിടെ നിന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ കാശ് സേഫായിട്ട് ഇരിപ്പോലെ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, അത് നമ്മുടെ പഴയ ഫയലൊക്കെ വെക്കുന്ന ആ ഒരു റൂമിലെ, അതിനുള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആർക്കും അറിയില്ല എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. അതേസമയം തന്നെ ഒരാൾ പറയുന്നുണ്ട്, കാശ് അവിടെ സേഫായിട്ട് ഇരിക്കുകയല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ആവശ്യമുള്ള കാശൊക്കെ എടുക്കാമെന്നും ഒരാൾ പറയുന്നു. അതേ സമയമായിരുന്നു ലൈല ഓഫീസിലേക്ക് എത്തിയതും. ലൈലയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്നും 10,000 രൂപ വാങ്ങിക്കൊണ്ട് പോയില്ലേ, അവർ ഇപ്പോൾ തിരികെ 10,000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്റെ മകന് ഫീസ് കൊടുക്കുവാനായിട്ട് ഈ കാശിന്റെ ആവശ്യം വന്നില്ല, അവന് സ്കോളർഷിപ്പ് കിട്ടി, അതുകൊണ്ട് തന്നെ ഫീസ് കൊടുക്കേണ്ടതില്ലെന്നും അവർ സന്തോഷത്തോടെ ലൈലയോട് പറയുന്നു. എന്നാൽ ലൈലയാണെങ്കിൽ ആ കാശ് വാങ്ങുവാനായും കൂട്ടാക്കുന്നില്ല. ലൈല പറയുന്നത്, ഞാൻ തന്ന സമ്മാനമായിട്ടിരിക്കട്ടെ, ഇത് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞിട്ടാണ് ലൈല നടന്നു പോകുന്നതും. എന്നാൽ ഇതെല്ലാം കാണുന്ന ആ സ്ത്രീ ചിന്തിക്കും, ഒരു 5 രൂപ ഉണ്ടെങ്കിൽ പോലും അവൾ അതെല്ലാം തിരിച്ചു വാങ്ങുന്ന ആളാ, എന്നിട്ട് പെട്ടെന്ന് ഇവൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ലൈല ചിന്തിക്കുന്നത് എന്തെന്നാൽ, ഇത്രയും കാശ് തന്റെ കൈവശം ഇരിക്കുകയില്ലേ, ആ കാശ് എന്ത് ചെയ്യും, ആ കാശും കൊണ്ട് ഒരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ ലൈല ചിന്തിക്കുന്നു. എന്നിട്ട് ലൈല തന്റെ ഭർത്താവിനോട് ആ ഒരു കാര്യം പറയും, നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. കാരണം ഭർത്താവിനിപ്പോൾ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ, ജോലിക്ക് പോകുന്നതായിട്ട് അഭിനയിക്കുകയല്ലേ,
തന്റെ കൈവശം കാശില്ലാത്തത് കൊണ്ട് നമുക്ക് ബീച്ചിലൊന്നും പോകണ്ട, അതിന് വലിയ ചിലവാകുമെന്നൊക്കെ ഭർത്താവ് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, ചിലവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ലൈല പറയുന്നു. അടുത്ത ദിവസം തന്നെ തന്റെ ഓഫീസിലേക്ക് എത്തിയിട്ട് ഹെഡിന്റെ അടുത്ത് 3 ദിവസത്തെ ലീവ് തനിക്ക് വേണം. എന്തിനാണ് ലീവ് എന്ന് ഹെഡ് ചോദിക്കുമ്പോൾ ലൈല പറയുന്നത്, എന്റെ ഹസ്ബൻഡിന് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല 3 ദിവസത്തേക്ക് ഫാമിലിയായിട്ട് ബീച്ചിൽ അടിച്ചു പൊളിക്കാനുള്ള ഓഫറുമുണ്ട്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തേക്ക് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് 3 ദിവസത്തെ ലീവ് വേണമെന്നും ലൈല പറയുന്നു. അതനുസരിച്ച് ഹെഡ് ലീവ് കൊടുക്കുകയാണ്. ലൈലയ്ക്ക് ഒരു ബീച്ച് വലിയ ഇഷ്ടമാണ്. അതും ഇവിടെയൊന്നുമല്ല, കുറച്ച് ദൂര സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹവും അവിടെ പോകണമെന്നാണ്. അവൾ അങ്ങനെ ബസ് ബുക്ക് ചെയ്യുവാനായി നോക്കുന്ന ആ സമയത്ത് ബസ്സൊന്നും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം ലൈലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ ചെയ്യുന്ന അരവിന്ദിനോട് ഇപ്പോൾ ആ ഒരു നാട്ടിലേക്ക് പോകുവാനായിട്ടുള്ള ഫ്ലൈറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അരവിന്ദ് ചെക്ക് ചെയ്തിട്ട് 30,000 രൂപയാകും, വളരെ എക്സ്പെൻസീവ് ആണെന്നും ലൈലയോട് പറയും. എന്നാൽ അത് കേട്ട് ലൈല പറയുന്നത്, അതൊന്നും സാരമില്ല, എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്. ഞാൻ ഒരുപാട് നാളായി എന്റെ ഹസ്ബൻഡിനോടൊപ്പം പുറത്തേക്കൊക്കെ പോയിട്ട്, അതുകൊണ്ട് ഈ ഒരു അവസരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ലൈല ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതും. ലൈല ഇത്രയും കാശ് കൂടിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് കണ്ട് അരവിന്ദ് വരെ ഞെട്ടിപ്പോകുന്നു. ലൈലയും ഹസ്ബൻഡും കൂടി ബീച്ചിലേക്ക് പോകുവാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരിക്കുകയാണ്. ലൈല തന്റെ അമ്മായിയമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോലിക്കാരിയെ കൂടി റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. മറ്റൊരു വശത്ത് ഈ ഒരു ബോക്സിലുണ്ടായിരുന്ന കാശ് 3 പേരുടേതാണെന്ന് പറഞ്ഞല്ലോ. ഇവരാണെങ്കിൽ ആ ഒരു റെക്കോർഡ് റൂമിൽ വന്ന് തങ്ങളുടെ കാശ് സേഫ് ആണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ആ ഒരു ബോക്സ് തുറന്നു നോക്കുന്ന സമയത്ത് കാണുന്നത് ആ ഒരു ബോക്സ് നിറയെ തെർമോക്കോളായിരുന്നു. ആ കാശ് ആരോ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം 3 പേർക്ക് മനസ്സിലായി. അവർ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. ആ ഒരു ഓഫീസിലെ എല്ലാ റൂമുകളെ കുറിച്ചും കൂടുതലായിട്ട് അറിയാവുന്നത് അവിടുത്തെ പ്യൂണിനാണല്ലോ. അതുകൊണ്ട് തന്നെ പ്യൂണിനെ ആ ഒരു 3 പേരുടെയും ഗുണ്ടകൾ വന്നിട്ട് വിരട്ടും. പ്യൂണിനോട് ആ ഒരു റെക്കോർഡ് റൂമിൽ നീ കയറിയിരുന്നോ, അവിടെ ഇരുന്ന കാശ് എവിടെ എന്നൊക്കെ ചോദിച്ച് ഗുണ്ടകൾ വിരട്ടുമ്പോൾ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അവിടെ കയറിയിട്ടുമില്ല, അവിടെ ഒരു കാശും കണ്ടിട്ടുമില്ലെന്നും പ്യൂൺ പറയും. പ്യൂൺ പറയുന്നതെന്നും ആ 3 പേരും പറഞ്ഞുവിട്ട ഗുണ്ടകളെ കേൾക്കുവാനായിട്ടും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്യൂണിനെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളയും. അടുത്ത ദിവസം പ്യൂൺ മരണപ്പെട്ട കാര്യം എല്ലാവരും അറിയുകയാണ്. ഓഫീസിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകും. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ലൈലയും ഹസ്ബൻഡും അവരാഗ്രഹിച്ച ബീച്ചിലെത്തി. വർഷങ്ങളായിട്ടുള്ള ലൈലയുടെ ആഗ്രഹമാണ് ദേ ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നതും. അങ്ങനെ കുറെ നേരം കടലിലൊക്കെ കളിച്ചതിന് ശേഷം ഒരു റൂം അന്വേഷിക്കുകയാണ് ലൈലയും ഹസ്ബൻഡും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ബ്രോക്കർ വരും. ബ്രോക്കറിനോട് ലൈലയുടെ ഹസ്ബൻഡ് പറയുന്നത്, ഒരു 1,500 രൂപയ്ക്ക് അകത്ത് വരുന്ന റൂം മതി, വലിയ സൗകര്യമൊന്നും വേണ്ട എന്ന് ഹസ്ബൻഡ് പറയും. ഹസ്ബൻഡിന്റെ കയ്യിൽ അത്രയ്ക്കും കാശൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ലൈല പറയുന്നത്, അത്യാവശ്യം സൗകര്യമൊക്കെയുള്ള റൂം, സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള റൂം വേണമെന്ന് ലൈല ബ്രോക്കറിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ നാട്ടില് അങ്ങനെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റൂം കിട്ടണമെങ്കിൽ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോകണമെന്നും പറയുമ്പോൾ, അതിനെന്താ അവിടേക്ക് പോകാമെന്നും ലൈല പറയുന്നു. അങ്ങനെ അവരെ നേരെ ബ്രോക്കർ കൂട്ടിക്കൊണ്ടു പോകുന്നത് 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. പക്ഷെ ഭർത്താവിനാണെങ്കിൽ ആകെ ടെൻഷൻ. തന്റെ കൈവശം കാശുമില്ലല്ലോ. ഈ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ലൈല തന്നെ വിളിച്ചുകൊണ്ടുവന്നാൽ എങ്ങനെയാ ഇവിടെ കാശ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഭർത്താവ് ചിന്തിക്കുന്നത്. അങ്ങനെ റൂമിലേക്ക് എത്തുകയാണ്. ഭർത്താവാണെങ്കിൽ തന്റെ ടെൻഷൻ ലൈലയോട് പറയും. അപ്പോൾ ലൈല പറയുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട, നിങ്ങൾ എന്തായാലും വന്നതല്ലേ, നന്നായിട്ട് എൻജോയ് ചെയ്യ്. ഈ റൂമിന്റെ കാശും എല്ലാം കൊടുക്കുന്നത് എന്റെ ഓഫീസിൽ നിന്നാ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ എൻജോയ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മറക്ക്, നമുക്ക് അടിച്ചു പൊളിച്ച് ഇവിടെ എൻജോയ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള കാര്യം ലൈല പറയുന്നു. അത്രയും നാളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ടെൻഷനുമൊക്കെ മറന്ന് ഭാര്യയും ഭർത്താവും അവിടെ അടിച്ചു പൊളിക്കുകയാണ്. ലൈല കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. ഭർത്താവ് സന്തോഷിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവർ ഇപ്പോഴാണ് ജീവിക്കാൻ ആരംഭിച്ചത് പോലും. ലൈല തന്റെ വീട്ടില് അമ്മായിയമ്മയെ നോക്കുവാനായിട്ട് ഒരു ജോലിക്കാരിയെ ഏർപ്പാടാക്കിയിട്ടാണല്ലോ പോയത്. ജോലിക്കാരിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്നിട്ട് ലൈല പ്രത്യേകം പറയുന്നുണ്ട്, എന്റെ റൂം ഒരിക്കലും തുറക്കരുത്, ആ റൂമിന് മേൽ ഒരു കണ്ണ് വേണം, അതിനകത്തേക്ക് ആരെയും പ്രവേശിക്കാനായും സമ്മതിക്കരുതെന്നും ലൈല പ്രത്യേകം ആ ഒരു ജോലിക്കാരിയോട് പറയുന്നു. എന്നാൽ അതിനുശേഷം കാണിക്കുന്നത് ആ 3 പേരും പറഞ്ഞുവിട്ട 2 ഗുണ്ടകളുണ്ടല്ലോ. ആ ഗുണ്ടകൾ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത് ലൈലയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെയാണ്. അവരെ കെട്ടിയിട്ടിട്ട്
റെക്കോർഡ് റൂമിനകത്തിരുന്ന കാശ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവർ പറയുന്നത് ഏത് കാശ്, എനിക്കറിയത്തില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഈ രണ്ട് ഗുണ്ടകളും അവരെ വല്ലാതെ ടോർച്ചർ ചെയ്യും. അവരുടെ വിരലുകളൊക്കെ അറുക്കുകയും അവരുടെ വിരലിലെ മോതിരമൊക്കെ എടുത്ത് ആ ഗുണ്ടകൾ അണിയുകയും ഒക്കെ ചെയ്യുന്നു. അവരാണെങ്കിൽ വല്ലാതെ കരയുന്നുമുണ്ട്. റെക്കോർഡ് റൂമിലിരുന്ന കാശ് എവിടെ, അത് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്നും ഗുണ്ടകൾ പറയുമ്പോൾ എനിക്കറിയത്തില്ല ഏത് കാശിനെ പറ്റിയാ നിങ്ങൾ പറയുന്നത്, റെക്കോർഡ് റൂമിലേക്ക് ഞാൻ കയറിയിട്ടുമില്ലെന്നും ആ സ്ത്രീ പറയുന്നു. പക്ഷെ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് അവർ കൂട്ടാക്കുന്നതേയില്ല. ലൈലയും ഹസ്ബൻഡും ഹണിമൂൺ ആഘോഷിക്കുവാനായി എത്തിയതാണല്ലോ. ലൈലയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ റൂമിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കും. ലൈല ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാനാണോ വലുത് അതോ നിങ്ങൾക്ക് TV ആണോ എന്ന് ചോദിക്കും. അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. ലൈലയുടെ ഹസ്ബൻഡിന് വയസ്സായി വരുന്നത് കൊണ്ട് ലൈലയ്ക്ക് എത്ര സംതൃപ്തിയൊന്നും കിട്ടുന്നില്ല. അവൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. മാത്രമല്ല നമുക്കിപ്പോൾ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ വിളിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആണെങ്കിലോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ലൈല ഒറ്റയ്ക്ക് തന്നെ ബീച്ചിലേക്കും പോവുകയാണ്. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയത്ത് ലൈലയ്ക്ക് അടുത്തേക്ക് ബോസ് എന്നൊരാൾ വരുന്നു. നീ ലൈലയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് ലൈല. എന്നാൽ മറ്റൊരു വശത്ത് ലൈല തന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ നിർത്തിയിട്ടാണല്ലോ പോയത്. എന്നാൽ ജോലിക്കാരിയാണെങ്കിൽ ലൈലയുടെ അമ്മായിയമ്മ ഉറങ്ങിയ തക്കം നോക്കി തന്റെ കള്ള കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈലയുടെ മുറിയാണ് യൂസ് ചെയ്യുന്നതും. ഈ കാര്യങ്ങളൊന്നും ലൈല അറിയുന്നതേ ഇല്ലല്ലോ. എന്നാൽ ആ വന്ന കള്ള കാമുകൻ മറ്റാരുമല്ല, ആ കാശ് അന്വേഷിച്ച് നടക്കുന്ന രണ്ട് ഗുണ്ടകളിൽ ഒരാൾ തന്നെയായിരുന്നു. അയാൾ വന്നിട്ട് ലൈലയുടെ ഫോട്ടോയൊക്കെ നോക്കും. എന്നിട്ട് അതിനുശേഷം രണ്ടുപേരും ആ റൂമിലിരുന്ന് പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലൈലയെ തിരക്കി വന്ന ബോസ് മറ്റാരുമല്ല, ലൈലയുടെ പഴയ കാമുകനായിരുന്നു. നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ലൈലയോട് ബോസ് ചോദിക്കുന്ന സമയത്ത് ലൈല പറയുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡിനൊപ്പം വന്നതാ. എന്റെ ഹസ്ബൻഡ് ഒരു വലിയ പണക്കാരനാ. ബിസിനസ് മീറ്റിംഗിന് വന്നപ്പോൾ എന്നെ കൂടി കൊണ്ടുവന്നു. ഹസ്ബൻഡ് ഇപ്പോൾ നല്ല ബിസിയാ, അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് ബീച്ചിലേക്ക് വന്നതെന്നും ലൈല നല്ല രീതിക്ക് തട്ടിവിടും. അയാൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം ലൈലയുടെ പഴയ കാര്യമാണ് കാണിക്കുന്നതും. ലൈലയും ബോസും തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു. ലൈലയ്ക്ക് വീട്ടിൽ വിവാഹമൊക്കെ ആലോചിക്കുന്നത് കൊണ്ട് ബോസിനൊപ്പം ഒളിച്ചോടി പോകുവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ലൈല. എന്നാൽ ഈ ബോസ് ആണെങ്കിൽ തന്റെ വീട്ടിൽ നല്ല പ്രഷറാണ്. വീട്ടുകാരാണെങ്കിൽ ഇതിനൊട്ടും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ എന്റെ വീട്ടുകാർക്കൊപ്പം ഇന്ത്യയിലേക്ക് പോകുന്നുവെന്നും ലൈലയെ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി ലൈലയാണെങ്കിൽ പ്രണയത്തെയും വെറുത്തു, ജീവിതത്തെയും വെറുത്തു. അങ്ങനെയാണ് ലൈല ഇപ്പോഴുള്ള ആളിനെ വിവാഹം കഴിച്ചതും. അടുത്ത ദിവസം സൺറൈസ് കാണുവാൻ പോകുന്നതിനായിട്ട് ലൈല തന്റെ ഭർത്താവിനെ വിളിക്കും. എന്നാൽ ഭർത്താവാണെങ്കിൽ ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ, ഞാൻ ഈ റൂമിലിരുന്ന് എൻജോയ് ചെയ്തോളാം എന്നും പറയുന്നു. അങ്ങനെ ലൈല ഒറ്റയ്ക്കാണ് സൺറൈസ് കാണുവാനായിട്ടും ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതും. അതേസമയം തന്നെ അവളുടെ അടുത്തേക്ക് ബോസ് വരികയാണ്. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സൺറൈസ് കാണുവാനാണെന്നും ലൈല പറയും. അതെന്താ എന്നോടൊപ്പം ഒന്ന് സൺറൈസ് കാണില്ലേ എന്നും ബോസ് ചോദിക്കുമ്പോൾ ലൈലയാണെങ്കിൽ ബോസിനൊപ്പം ബൈക്കിൽ കയറി പോകുന്നു. എത്രയൊക്കെ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലും ബോസിനോട് പഴയൊരു ഫീലിങ്സ് ഇപ്പോഴും ലൈലയ്ക്കുണ്ട്. ലൈലയും ബോസും നേരെ പോകുന്നത് ഒരു വലിയ കാടിനകത്തേക്കാണ്. അവിടെ നിന്ന് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ ലൈലയുടെ ഭർത്താവാണെങ്കിൽ എനിക്കൊരു ക്രാബ് ലോലിപോപ്പ്, ഒരു ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അതേസമയം ലൈലയോട് ബോസ് പറയുന്നത് പഴയൊരു ചാൻസ് എനിക്ക് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ നന്നായിട്ട് നോക്കും, നിന്നെ വിവാഹം കഴിച്ച് നിന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ ബോസ് പറയുന്നു. ബോസ് നല്ല രീതിക്ക് ലൈലയെ വീണ്ടും ലൈൻ വലിക്കുകയാണ്. ലൈലയും അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതും. ലൈലയുടെ മനസ്സിലും ബോസിനോട് ചെറിയൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ രണ്ട് ഗുണ്ടകളും. അതിലൊരാളെ നോക്കാൻ നിർത്തിയിട്ടാണ് മറ്റൊരാൾ തന്റെ കള്ള കാമുകിക്ക് അടുത്തേക്ക് പോയതും. അയാളോട് മറ്റൊരാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എത്രയും വേഗം അവരെ റിലീസ് ചെയ്തിട്ട് അവിടെ നിന്ന് വരുവാൻ നോക്ക്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുകയാ, ആകെ പ്രശ്നമാകും, നീ ഇങ്ങ് വരുവാനായും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗുണ്ടയാണെങ്കിൽ ആ സ്ത്രീയെ അഴിച്ചുവിട്ടിട്ട് അവിടെ നിന്ന് പോകും. മറ്റൊരു വശത്ത് ആ മൊട്ടയായ ഗുണ്ടയുണ്ടല്ലോ, അയാളാണെങ്കിൽ തന്റെ കള്ള കാമുകിക്ക് അടുത്തു നിന്നും ഇറങ്ങി വരികയാണ്. അതും ലൈലയുടെ വീട്ടിൽ നിന്നും. അന്നേ ദിവസം കാമുകിക്കൊപ്പം ഒരുമിച്ച് ചിലവഴിച്ചിട്ടാണ് അയാൾ ഇറങ്ങി വരുന്നതും. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് ലൈലയുടെ പാട്ട് സാർ അവിടേക്ക് വരും. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, നീ ആര്, എന്തിനാ ഇവൻ ലൈലയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേലക്കാരി പറയുന്നത്, ഞാനേ ലൈലയുടെ അമ്മായിയമ്മയെ നോക്കാൻ വന്ന വേലക്കാരിയാ, ഇതെന്റെ സഹോദരനാണെന്നും അവർ കള്ളം പറയും. എന്നാൽ ആ സാറ് ചോദിക്കുന്നത്,
ലൈല എവിടെ, അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ട്രിപ്പ് പോയിരിക്കുകയാണെന്നും വേലക്കാരി പറയും. എനിക്ക് ലൈലയുടെ ഹാർമോണിയം ആവശ്യമാണ്, അതെനിക്കിങ്ങ് എടുത്തു തരുവാനായിട്ടും ആ ഒരു പാട്ട് സാർ പറയുന്നു. അങ്ങനെ ആ ഒരു വേലക്കാരിയും ആ ഒരു മുട്ടയും ചേർന്ന് ഹാർമോണിയം എടുത്തു കൊടുക്കും. പക്ഷെ ഹാർമോണിയത്തിനാണെങ്കിൽ നല്ല വെയിറ്റ് ആയിരുന്നു, വലിച്ചിഴച്ചാണ് കൊണ്ടുവരുന്നത്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ലൈല കാശെല്ലാം ഒളിപ്പിച്ചു വെച്ചത് ഈ ഹാർമോണിയത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് നല്ല വെയിറ്റും. ഇതൊന്നും അറിയാതെ ആ മുട്ട ആ ഒരു ഹാർമോണിയം എടുത്തുകൊണ്ടുവന്ന് പാട്ട് സാറിന്റെ വണ്ടിയിൽ വെച്ചു കൊടുക്കും. അതൊന്നും അറിയാതെ ലൈല ദേ ഇപ്പോൾ ബോസിനൊപ്പം സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോസ് ചോദിക്കും, നിന്റെ ഭർത്താവ് നിന്നെ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു എന്നൊക്കെ നീ നല്ല അഭിമാനത്തോടെ പറയുന്നല്ലോ, പിന്നെ എന്താ നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം സൺറൈസ് കാണുവാനായിട്ടൊന്നും വരാത്തത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ അതിന് ലൈലയ്ക്ക് മറുപടിയില്ലായിരുന്നു. മാത്രമല്ല ബോസ് അവളുടെ അടുത്തേക്ക് വരുന്നതും അവൾ ശ്രദ്ധിക്കും. അവസരപ്പെടേണ്ട, എല്ലാത്തിനും ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈല അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഓടുന്നു. അതിനുശേഷം ലൈലയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി ബോസിനൊപ്പം ബൈക്കിൽ കറങ്ങി നടക്കുകയാണ്. അതേ സമയത്തായിരുന്നു ലൈലയുടെ ഭർത്താവ് തണ്ണിമത്തൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡിലേക്ക് വന്നതും കൂടെ ബ്രോക്കറുമുണ്ട്. അപ്പോൾ ലൈല ബോസിനൊപ്പം ബൈക്കിൽ പോകുന്നത് ലൈലയുടെ ഭർത്താവ് കാണും. ആ പോകുന്നത് എന്റെ ഭാര്യയെ പോലൊരു പെൺകുട്ടിയല്ലേ എന്ന് പറയുന്ന സമയം തന്നെയായിരുന്നു ബ്രോക്കർ പറഞ്ഞതും, ഭാര്യയെ പോലൊരു പെൺകുട്ടിയല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണെന്ന്. അത് കേൾക്കുന്നതും ലൈലയുടെ ഭർത്താവിന് വല്ലാതെ സങ്കടമാകുന്നു. പാട്ടുസാർ ആ ഹാർമോണിയം കൊണ്ട് നേരെ വന്നത് സമരം നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എല്ലാവരും സമരത്തിന് പങ്കെടുക്കുമ്പോൾ ഹാർമോണിയം വായിച്ച് തന്റെ പ്രതിഷേധവും അറിയിക്കുകയാണ് പാട്ടുസാറും. അപ്പോൾ പോലീസുകാരാണെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓടിക്കും. പാട്ടുസാറും ഹാർമോണിയം അവിടെ കളഞ്ഞ് തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. ലൈല നേരെ പോകുന്നത് തന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്കല്ല, ബോസിനൊപ്പം ബോസിന്റെ റൂമിലേക്കായിരുന്നു. ബോസ് ആണെങ്കിൽ ലൈലയ്ക്കടുത്തേക്ക് തന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് വരും. ലൈലയ്ക്കും ബോസിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ലൈലയുടെ മനസ്സിലും ബോസുമായിട്ട് ഒന്നാകണമെന്ന ആഗ്രഹമുള്ളതിനാൽ മറുത്തവൾ ഒന്നും പറയത്തേയില്ല. രണ്ടുപേരും പരസ്പരം ഒന്നിച്ചിരിക്കുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ ലൈലയുടെ മനസ്സ് മാറി അവൾ പെട്ടെന്ന് തന്നെ തന്റെ ഭർത്താവിനടുത്തേക്ക് വരും. ലൈലയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവൾക്ക് മുഖം കൊടുത്ത് സംസാരിക്കുന്നതേയില്ല. നമുക്ക് പോകാമെന്നും ഹസ്ബൻഡിനോട് ലൈല പറഞ്ഞ് അവിടെ നിന്നും അവർ തിരിക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തുകയാണ് ലൈലയും ഹസ്ബൻഡും. ലൈല നേരെ വരുന്നത് തന്റെ ആ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീക്കടുത്തേക്കാണ്. അവരെ കാണുവാനായി എത്തുന്ന സമയത്ത് അവരുടെ കയ്യിലാണെങ്കിൽ വലിയൊരു കെട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഉള്ളി അരിഞ്ഞപ്പോൾ മുറിഞ്ഞതാണെന്നും അവർ കള്ളം പറയും. കാരണം എന്തെന്നാൽ അവരുടെ മകൻ അടുത്ത് നിൽക്കുന്നതാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതും. മകൻ പോയി കഴിഞ്ഞതും ഉടനെ അവർ ലൈലയോട് പറയും, നീ ഒന്ന് സൂക്ഷിച്ചോ, നമ്മുടെ ഓഫീസിലെ റെക്കോർഡ് റൂമിൽ നിന്നും എന്തോ കാശ് പോയെന്ന് പറഞ്ഞ് 2 ഗുണ്ടകൾ വന്ന് എല്ലാവരെയും വിരട്ടുകയാ. എന്നെയും അവർ ഒരുപാട് ടോർച്ചർ ചെയ്തു, എല്ലാ ആൾക്കാരെയും അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് പ്യൂണിനെയും അവരായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നാണ്, നീയും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറയും. അത് കേട്ടതും ലൈലയ്ക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അടുത്ത ദിവസം ലൈല ഒരു റിക്ഷയിലാണ് ഓഫീസിലേക്ക് വന്നിറങ്ങുന്നതും അവളുടെ കയ്യിലാണെങ്കിൽ 500 രൂപയുടെ നോട്ടാണ് ഇരിക്കുന്നതും ചില്ലറയില്ല. ചില്ലറ മാറുവാനായിട്ട് ലൈല നേരെ ഓഫീസിനകത്തേക്ക് ചെന്നിട്ട് കണ്ണാടിക്കാരന്റെ കയ്യിലാണ് കൊടുക്കുന്നതും. ഈ കണ്ണാടിക്കാരൻ മറ്റാരുമല്ല, ആ 3 പേരുടെ ഗ്യാങ്ങിലുള്ള ഒരാളാണ്. അയാളുടെ കൈവശം നോട്ടും കൊടുത്തിട്ട് ചില്ലറയും വാങ്ങിക്കൊണ്ടാണ് ലൈല പോകുന്നതും. ലൈല കൊടുത്ത നോട്ടിൽ എന്തോ സിമ്പൽ ഉണ്ടായിരുന്നു. അത് വെച്ച് ആ ഒരു കണ്ണാടിക്കാരൻ തങ്ങളുടെ കാണാതെ പോയ കാശാണതെന്നും മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ ലൈലയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കി തന്റെ കൂട്ടാളികൾക്ക് വിവരമറിയിക്കുകയും ചെയ്തു. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ലൈലയ്ക്കടുത്തേക്ക് ആ 2 പേരും വന്നിട്ട്, എവിടെയാടി ഞങ്ങളുടെ കാശെന്ന് ചോദിക്കുമ്പോൾ, ഏത് കാശ്, എനിക്കൊന്നും അറിയത്തില്ലെന്നും ലൈല പറഞ്ഞിട്ട് പോകുന്നു. ഉടനെ തന്നെ നിനക്ക് എല്ലാം മനസ്സിലാകുമെന്നും 2 പേരും പറയും. വീട്ടിലെത്തുന്ന ലൈലയ്ക്ക് കോള് വരികയാണ്. ഇപ്പോൾ വരണോ, അർജന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൈല ഉടനെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ലൈല നേരെ പോകുന്നത് ബോസിനെ കാണാനായിട്ടാണ്. ബോസാണ് അവളെ വിളിച്ചതും. ലൈലയെ ഫോളോ ചെയ്ത് ലൈലയുടെ ഹസ്ബൻഡും പിന്നാലെ ഉണ്ടായിരുന്നു. ബോസ് ലൈലയെ തൊട്ട് സംസാരിക്കുന്നതും അവളുമായിട്ട് അടുത്തിടപഴകുന്നതൊന്നും ഹസ്ബൻഡിന് ഇഷ്ടമാകുന്നതേയില്ല. അതെല്ലാം കാണുന്ന ഹസ്ബൻഡ്, എന്താ എന്റെ ഭാര്യ ഇങ്ങനെയെന്നൊക്കെ സങ്കടത്തോടെ ചിന്തിക്കും. അതിനുശേഷം ലൈലയെ നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ബോസ് നേരെ പോകുന്നത് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്കാണ്. സേഫ്റ്റിക്കുള്ള സാധനവും വാങ്ങിയിട്ട് ബോസ് തന്റെ റൂമിലേക്ക് കയറിപ്പോകും. എന്നാൽ അതേസമയം ബോസിനെ ഫോളോ ചെയ്തു വന്ന ലൈലയുടെ ഹസ്ബൻഡ് കരുതുന്നത് അയാൾ ആ സേഫ്റ്റിക്കുള്ള സാധനവും വാങ്ങിക്കൊണ്ട് പോകുന്നത് തന്റെ ഭാര്യയുടെ അടുത്തേക്കായിരിക്കുമെന്ന് കരുതി ബോസിന്റെ റൂമിന് മുന്നിലെത്തിയിട്ട് ഉടനെ തന്നെ ലൈലയെ ഫോൺ വിളിക്കും. ഇറങ്ങി വാടി പുറത്തേക്കെന്ന് പറയുമ്പോൾ ലൈല ചോദിക്കുന്നത്, ഇറങ്ങി വരാനോ, എവിടേക്ക് എന്ന് ചോദിക്കും.
ലൈല പറയുന്നത് കേട്ട് ലൈലയുടെ ഭർത്താവ് പറയും, നീ എവിടെയായിരുന്നാലും പുറത്തേക്ക് ഇറങ്ങി വാടിയെന്ന് പറയും. അപ്പോൾ ലൈല പറയുന്നത്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ദേ റൂമിൽ നിന്നും വീടിന് പുറത്തേക്കിറങ്ങി, എന്താ കാര്യമെന്നും ലൈല ചോദിക്കുന്നു. അപ്പോഴാണ് ലൈലയുടെ ഭർത്താവിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ബോസ് സേഫ്റ്റിക്കുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോയത് തന്റെ ഭാര്യയ്ക്ക് അടുത്തേക്കല്ല, മറ്റൊരു സ്ത്രീക്ക് അടുത്തേക്കാണെന്ന്. അതറിഞ്ഞതും ലൈലയുടെ ഭർത്താവിന് ഒരുപാട് സമാധാനമാകും. അടുത്ത ദിവസം ഓഫീസിലെത്തി ക്യാൻറ്റീനിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്ന ലൈലയ്ക്കടുത്തേക്ക് 3 പേരും വരികയാണ്. നീ ആ ഒരു മാജിക് ബോക്സ് കണ്ടോ? കാശ് വെച്ചിരുന്ന മാജിക് ബോക്സ്. ഞങ്ങൾക്കറിയാം അത് നീ എടുത്തിട്ടുണ്ടാകുമെന്ന്. നിന്റെ കയ്യിലല്ലേ റെക്കോർഡ് റൂമിന്റെ താക്കോലുള്ളത്? നീയല്ലേ എപ്പോഴും അവിടേക്ക് പോകുന്നതെന്നും അവർ ചോദിക്കും. എന്നാൽ ലൈല പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാനൊരു ബോക്സും കണ്ടില്ല എന്നാണ് പറയുന്നത്. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന ലൈലയാണെങ്കിൽ മോശമായിട്ടുള്ള സ്വപ്നമൊക്കെ കാണുന്നു. പണത്തോടൊപ്പം ചേർത്ത് അവളെയും കുഴിച്ചു മൂടുന്നതായിട്ടാണ് അവൾ സ്വപ്നം കാണുന്നത്. എന്നാൽ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീൻ കാണിക്കുന്നത് ലൈലയെ കടത്തിക്കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അതും ആ 2 ഗുണ്ടകളും. എന്നിട്ട് ലൈലയോട്, എവിടെയാ ബോക്സ്, അതിലെ കാശ് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലൈല പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാനൊരു ഹാർമോണിയ പെട്ടിക്കുള്ളിലാ വെച്ചിരുന്നത്. പക്ഷേ ആ ഹാർമോണിയ പെട്ടിയും കാണുന്നില്ല, അതിലെ കാശും കാണുന്നില്ല എന്നായിരുന്നു ലൈല പറഞ്ഞതും. പിന്നീട് കാണിക്കുന്നത് അന്നേ ദിവസം രാത്രി ഉറങ്ങാൻ പറ്റാതെ ലൈലയാണെങ്കിൽ കാശ് സേഫായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഹാർമോണിയ പെട്ടി കാണുന്നില്ല. അതോടുകൂടി ആ കാശ് അവിടെ നിന്ന് മിസ്സായെന്നും ലൈലയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ലൈല ആ ഒരു 2 ഗുണ്ടകളോടും നടന്ന കാര്യം പറയും. എന്നിട്ട് അവൾ പറയുന്നത്, എനിക്ക് സംശയം എന്റെ വീട്ടിൽ നിന്ന ജോലിക്കാരിയാണെന്നാണ്. അവളുടെ കയ്യിലാ ഞാൻ താക്കോലേൽപ്പിച്ചിട്ട് പോയത്. പിന്നെ വന്നതിന് ശേഷം ആ ഒരു ഹാർമോണി പെട്ടി കാണുന്നില്ല എന്നുള്ള കാര്യം ലൈല പറയുന്നു. ലൈല പറയുന്നത് കേട്ട് ആ 2 ഗുണ്ടകളിൽ ഒരാൾക്ക് തന്റെ കാമുകിയാണ് ലൈല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം ഇയാളാണല്ലോ അന്ന് കാമുകി വിളിച്ചിട്ട് ലൈലയുടെ വീട്ടിലേക്ക് ചെന്നതും. എന്നാൽ ഈ 2 ഗുണ്ടകൾക്കിടയിലും ഒരു ഡീലിംഗ് നടക്കുകയാണ്. ആ ഒരു കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും പകുതി പകുതിയായിട്ട് വീതിച്ചെടുക്കാമെന്നും അവന്മാരുടെ ഡീലിടുന്നു. എന്നിട്ട് ലൈലയും കൂട്ടി നേരെ തന്റെ കാമുകിക്ക് അടുത്തേക്കും പോകുന്നു. കാമുകിയോട് കാശിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത്, എനിക്ക് കാശൊന്നും ആ റൂമിലിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഹാർമോണി പെട്ടിയിലാണ് കാശ് ഇരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങളുടെ പാട്ട് സാറ് വന്ന സമയത്ത് ഹാർമോണി പെട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഹാർമോണി പെട്ടി ഞാൻ എടുത്തു കൊടുത്തു. അല്ലാതെ ഇതിൽ കാശുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു പാട്ട് സാറിന്റെ അടുത്ത് പോയി ചോദിക്കുവാനായിട്ടും വേലക്കാരി പറയുന്നു. അടുത്ത ദിവസം ലൈലയുടെയൊക്കെ ഓഫീസിലേക്ക് സാഹിർ ഖാൻ എന്നൊരു CBI ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. ആ ഒരു ഓഫീസിൽ ഇപ്പോൾ കുറച്ചു നാളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ. പ്യൂൺ മരിച്ചുപോയി. ആ ഒരു ഓഫീസിൽ തന്നെ ഒരു സ്ത്രീക്ക് നന്നായിട്ട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അവരുടെ വിരലുകളൊക്കെ പോയി. ആ ഒരു കാര്യമൊക്കെ CBI ഓഫീസർ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് CBI ഉദ്യോഗസ്ഥനും അവരുടെ കൂട്ടാളികളും എത്തിയിരിക്കുന്നത്. അതേസമയം ലൈലയും ഓഫീസിലേക്ക് എത്തും. ലൈലയുടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് സാഹിർ ഖാൻ. എന്നിട്ട് സാഹിർ ഖാൻ പറയും, ഇതെന്റെ അസിസ്റ്റന്റ്, എന്റെ സഹോദരിയുടെ ഭർത്താവാണെന്നും സാഹിർ ഖാൻ ബോസിനെ പരിചയപ്പെടുത്തുന്നു. അത് കേട്ടതും ലൈല ഞെട്ടിപ്പോകും. ലൈലയോട് ബോസ് കള്ളം പറഞ്ഞിരുന്നു, താൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഇപ്പോൾ ബോസ് വിവാഹം കഴിച്ചു എന്ന് കേട്ടതും തന്നോട് കള്ളം പറഞ്ഞിട്ടാണല്ലോ ഇത്രയും നാൾ ഇടപഴകിയതെന്നും ലൈല ചിന്തിക്കുന്നു. എന്നിട്ട് ബോസിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ലൈല. നീ എന്താ എന്നോട് പറഞ്ഞത്? നീ വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്നൊക്കെ ലൈല ചോദിക്കുന്ന സമയത്ത് ബോസ് പറയും, എന്റെ ഭാര്യ എനിക്ക് ഒരു വിലയും തന്നിട്ടില്ല. അവൾ സംശയത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. അവളുടെ സഹോദരൻ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അവളെ ഒന്നും പറയുവാനേയും പറ്റത്തില്ല. ഞാൻ അപമാനപ്പെട്ടാണ് അവളോടൊപ്പം ജീവിക്കുന്നതെന്നും ബോസ് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താ ഞാൻ നിന്നെ കണ്ടത്. അപ്പോഴെനിക്ക് എന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു പ്രതീക്ഷ വന്നു. നീ പിണങ്ങിപ്പോകരുതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതെന്നും ബോസ് പറയും. എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ലൈല. എന്നാൽ അതേസമയം തന്നെ CBI ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ പ്യൂൺ മരിച്ചത് എങ്ങനെയെന്നുള്ള അന്വേഷണമൊക്കെ നടത്തുന്നു. ഓഫീസിലുള്ള എല്ലാവരെയും CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. പ്യൂണിന്റെ മരണത്തിനെയും ആ സ്ത്രീക്ക് അങ്ങനെ സംഭവിക്കാനുള്ള കാരണമൊക്കെയാണ് അവർ അന്വേഷിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ഈ ബോസ് ചോദ്യം ചെയ്യുന്നെന്ന പേരിൽ അരവിന്ദിനെ വല്ലാതെ ഉപദ്രവിക്കുന്നതും. അരവിന്ദിന് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പതിയെ പതിയെ ബോസിന്റെ സ്വഭാവം മാറുന്നതായിട്ടും കാണിക്കുകയാണ്. മറ്റൊരു വശത്ത് ലൈലയെ CBI ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യും. എന്തെന്നാൽ ഭർത്താവിനൊപ്പം ട്രിപ്പിന് പോയെന്നാണല്ലോ ലൈല പറഞ്ഞത്, അതും ഭർത്താവിന്റെ ചിലവില്. അങ്ങനെ പറഞ്ഞാണ് ലീവും വാങ്ങി ലൈല പോയതും. എന്നാൽ CBI ഉദ്യോഗസ്ഥൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ചിലവിനാണ്, ഭർത്താവിനോടൊപ്പമാണ് ട്രിപ്പിന് പോയതെന്നല്ലേ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടമായിട്ട് 3 മാസമായല്ലോ. പിന്നെ എങ്ങനെയാ ഭർത്താവിനൊപ്പം നിങ്ങൾ ട്രിപ്പിന് പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കേട്ട് ലൈലയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. തന്റെ ഭർത്താവിന് ജോലി നഷ്ടമായ കാര്യം അപ്പോഴാണ് ലൈല അറിയുന്നത് പോലും. അടുത്ത ദിവസം ലൈലയുടെ
ലൈലയുടെ ഭർത്താവ് ജോലിക്കെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിറങ്ങി പോകുന്നതെല്ലാം ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ലൈല. അതേസമയം തന്നെയായിരുന്നു ലൈലയുടെ വാദ്യരെ പിടിച്ചു വെച്ചിട്ട് ആ രണ്ടു ഗുണ്ടകളും ഒരുപാട് ഉപദ്രവിക്കുന്നതും ലൈലയെ വീഡിയോ കോൾ വിളിക്കുന്നതും. എന്നിട്ട് വാദ്യര് പറയുന്നത് ആ ഒരു ഹാർമോണിയ പെട്ടി സമരം നടക്കുന്നിടത്ത് താൻ ഉപേക്ഷിച്ചു എന്നാണ്. വാദ്യരെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നതെല്ലാം ലൈല കാണുന്നു. എന്തിനാ നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? മാന്യമായിട്ട് ചോദിച്ചാൽ എവിടെ പോയെന്ന് അദ്ദേഹം പറയുമല്ലോ എന്നൊക്കെ ലൈല പറയുന്നു. അതേസമയം തന്നെയായിരുന്നു ഈ രണ്ടു ഗുണ്ടകളുടെയും GPS ട്രാക്ക് ചെയ്ത് ബോസും അവിടേക്ക് വരുന്നതും. ബോസ് വാദ്യരെ രക്ഷിക്കും. എന്നിട്ട് രണ്ടുപേരെയും ഒരുപാട് അടിക്കുന്നു. ബോസിന്റെ അടികൊണ്ട് പേടിച്ച് രണ്ടു ഗുണ്ടകളും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. പ്യൂൺ മരിക്കാൻ കാരണവും ഞങ്ങളാണ്. ആ ഒരു ഓഫീസിലെ ഒരു മുറിക്കുള്ളിൽ കോടിക്കണക്കിന് കാശിരിപ്പുണ്ട്. പക്ഷെ ആ കാശിപ്പോൾ കാണുന്നില്ല. അത് പ്യൂണാണ് എടുത്തതെന്നാ തോന്നുന്നെന്ന് പറഞ്ഞ് അയാളെ ഞങ്ങൾ ചോദ്യം ചെയ്തു. പക്ഷെ അയാളാണ് തനിയെ ആ ഒരു ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തതും പിന്നെ ആ ഒരു സ്ത്രീയുടെ കൈ ഒടിച്ചതും ഞങ്ങൾ തന്നെയാ. അവരെടുത്തെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവസാനമാണ് അറിഞ്ഞത് അത് ആ ഓഫീസിലുള്ള ലൈലയുടെ കൈവശം തന്നെയാണ് ഇരിക്കുന്നതെന്ന്. അത് കേട്ടതും ബോസ് ഞെട്ടിപ്പോകും. അങ്ങനെ നടന്ന സത്യങ്ങളെല്ലാം രണ്ടു ഗുണ്ടകൾ വഴിയും ബോസ് മനസ്സിലാക്കി. ബോസ് അവിടെ നിന്ന് നേരെ വരുന്നത് ലൈലക്കടുത്തേക്കാണ്. എന്നിട്ട് ലൈലയെ വല്ലാതെ ടോർച്ചർ ചെയ്യും. ബോസ് പറയുന്നത്, നീ ആ കാശിരിക്കുന്നത് എവിടെയാണെന്ന് എന്നോട് പറ. ആ കാശ് എനിക്ക് കൈമാറണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഈ കേസിൽ ഞാൻ പെടുത്തുമെന്നും ബോസ് ലൈലയെ വിരട്ടുന്നു. ലൈലയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ന്യൂസ് വരികയാണ്. ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണല്ലോ. അത് കാരണം ബംഗ്ലാദേശിൽ നിന്നും പ്രധാനമന്ത്രി തന്നെ അവിടെ നിന്ന് നാട് വിട്ടു പോയിരിക്കുന്നു. രാഷ്ട്രീയക്കാരും അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശ് ഇപ്പോൾ ആർമിയുടെ കൺട്രോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ ജോലിക്കാരും ജോലിയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതേസമയമായിരുന്നു ലൈലയുടെ ഹസ്ബൻഡ് കൈയൊടിഞ്ഞ അവസ്ഥയിൽ വീട്ടിലേക്ക് വരുന്നതും. അത് കാണുന്ന ലൈല കരുതുന്നത് ആ രണ്ടു ഗുണ്ടകളുമായിരിക്കും ലൈലയുടെ ഹസ്ബൻഡിനെ ഇങ്ങനെ ചെയ്തതെന്നാണ്. അപ്പോൾ ലൈലയുടെ ഹസ്ബൻഡ് പറയുന്നത്, എന്നെ ഇങ്ങനെ ചെയ്തത് മറ്റാരുമല്ല, നിന്റെ കള്ള കാമുകനായിട്ടുള്ള ബോസാണ്. നീ നിന്റെ കള്ള കാമുകനും കൂടി കറങ്ങി നടക്കുന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു. നീ അവന്റെ റൂം വരെ പോയിരുന്നല്ലേ? ഞാൻ എല്ലാം കണ്ടിരുന്നു. ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും ലൈലയുടെ ഹസ്ബൻഡ് പറയുന്നു. സിനിമയുടെ തുടക്കത്തില് ലൈലയും മറ്റൊരാളും കൂടി ഇരിക്കുന്നത് ഒരാൾ ഫോട്ടോ എടുക്കുന്നത് കാണിച്ചില്ലേ? ആ ഫോട്ടോ എടുത്തത് മറ്റാരുമല്ല, ലൈലയുടെ ഹസ്ബൻഡാണ്. ആ ലൈലയുടെ കൂടെ ഇരുന്നത് അവളുടെ കള്ള കാമുകനായിട്ടുള്ള ബോസുമായിരുന്നു. എല്ലാ സത്യങ്ങളും ഇപ്പോൾ ഭർത്താവിന് മനസ്സിലായി എന്നുള്ള കാര്യം ലൈലയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ലൈലയുടെ ഭർത്താവ് പറയും, ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് രണ്ടുപേര് എന്നെ പിടിച്ചു നിർത്തി എന്റെ കൈയൊക്കെ പിടിച്ചു തിരിച്ചു. എന്നിട്ട് അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് അവിടെ നിന്ന് പോയതും. അവർ നേരെ പോയി കാശ് വാങ്ങിയത് ബോസിന്റെ കയ്യിൽ നിന്നാണ്. അതെല്ലാം ഞാൻ അവരെ ഫോളോ ചെയ്തു പോയി കണ്ടുപിടിച്ചിരുന്നു എന്നുള്ള കാര്യം ലൈലയോട് തന്റെ ഭർത്താവ് പറയുന്നു. ബോസാണ് തന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി ലൈലയാണെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുകയും ബോസിന്റെ പണി കൊടുക്കണമെന്നും അവൾ തീരുമാനിക്കുന്നു. മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം വെളിയിൽ വരണം. ഈ ഒരു CBI ഉദ്യോഗസ്ഥർ ഈ പണത്തിന്റെ പ്രശ്നം എല്ലാത്തിൽ നിന്നും പുറത്തു വരണമെന്നും ലൈല തീരുമാനിക്കുന്നു. അങ്ങനെ പുറത്തു വരണമെങ്കിൽ ഒരു കാര്യം കൂടി ലൈല കണ്ടുപിടിക്കണം. ഈ പണത്തിന് പിന്നിലുള്ള സത്യം എന്താണ്, ഇതെങ്ങനെയാണ് ആ ഒരു ഓഫീസിലെത്തിയത് എന്നെല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമേ ലൈലയ്ക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാനായി പറ്റൂ എന്നും ലൈലയ്ക്ക് മനസ്സിലായി. അവരുടെ ഓഫീസിൽ ആകെ സത്യസന്ധനായിട്ട് ജോലി ചെയ്യുന്ന ഒരാള് അരവിന്ദ് ആയിരുന്നു. അരവിന്ദിനോട് ലൈല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ അരവിന്ദിനോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയായിരുന്നു ലൈല. അപ്പോൾ അവർ കുറെ കാര്യങ്ങൾ കണ്ടെത്തും. അതിനുശേഷം കാണിക്കുന്നത് ലൈലയെ പിടിച്ചിരുത്തിയിരിക്കുന്ന CBI ഓഫീസറിനെയാണ്. CBI ഓഫീസർ ആണെങ്കിൽ എവിടെയാ കാശ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മേൽ കുറ്റം ചാർത്തി നിന്നെ ജയിലിൽ അടയ്ക്കുമെന്നും CBI ഉദ്യോഗസ്ഥൻ പറയുന്നു. CBI ഉദ്യോഗസ്ഥനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല, ബോസ് തന്നെയാണ്. CBI ഉദ്യോഗസ്ഥനാണെങ്കിൽ ലൈലയുടെ കൈവശമുള്ള കാശ് സ്വന്തമാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നതും അത് ലൈലയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് ആ ഒരു ഓഫീസറിനെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യം ലൈല പറയുന്നതും. എന്തെന്നാൽ ആ നാട്ടില് ഒരു ഫാക്ടറി വന്നിട്ടുണ്ട്. ആ ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇല്ലീഗൽ സപ്പോർട്ടും ചെയ്തത് ഈ ഓഫീസിൽ നിന്നുള്ള 3 പേരും പിന്നെ ഒരു CBI ഉദ്യോഗസ്ഥനുമാണ്. അങ്ങനെ കിട്ടിയ കാശാണ് ഈ കോടിക്കണക്കിനുള്ളത് ഈ റൂമിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നതും. ആ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ CBI ഉദ്യോഗസ്ഥൻ ആരെന്നറിയണ്ടേ? അത് നിങ്ങൾ തന്നെയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നും ലൈല പറയുന്നു. എന്നിട്ട് ലൈല പറയും, ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ നിങ്ങൾ എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, ഇതിന് കൂട്ടുനിന്ന എന്റെ ഓഫീസിലുള്ള 3 പേരെയും അവരുടെ ഗുണ്ടകളെയും നിങ്ങൾ അകത്താക്കണം. ഇത് രണ്ടിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു എന്നും ലൈല ആ ഒരു CBI ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ തിരഞ്ഞെടുത്തത്. ലൈലയ്ക്കെതിരായിട്ട് നിന്നവരെല്ലാം ഇപ്പോൾ അകത്തായിട്ടുണ്ടല്ലോ.
അങ്ങനെ ആ ഒരു ഓഫീസിൽ നിന്നും കാണാതെ പോയിട്ടുള്ള ഫയലുകൾ, ഈ 3 പേരും പൂഴ്ത്തി വെച്ചിട്ടുള്ള ഫയലുകളെല്ലാം ലൈല കണ്ടെത്തി CBI ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. ഇത്രയും വലിയൊരു കേസ് തെളിയിച്ചതിന് CBI ഉദ്യോഗസ്ഥനെ സർക്കാരിൽ നിന്നും പ്രൊമോഷനൊക്കെ കിട്ടുന്നു. ഒരുപാട് അംഗീകാരം ഒക്കെ കിട്ടുകയാണ്. CBI ഉദ്യോഗസ്ഥന് സന്തോഷമാകും. എന്നാൽ അതിനു മുൻപ് ഈ ലൈലയാണെങ്കിൽ ബോസിനിട്ട് ഒരു പണിയും കൊടുത്തിരുന്നു. ബോസ് വിവാഹം കഴിഞ്ഞതിന് ശേഷം താനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും ആ ഒരു CBI ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അതിന് തെളിവായിട്ട് ലൈലയ്ക്കൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ തന്റെ ഭർത്താവ് എടുത്തിരുന്നല്ലോ, അതും ലൈല CBI ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി ബോസിന് പണി കിട്ടി. കാരണം CBI ഉദ്യോഗസ്ഥന്റെ സഹോദരിയാണല്ലോ ബോസ് കല്യാണം കഴിച്ചിരിക്കുന്നതും. ബോസിനപ്പോൾ ഒരു കോൾ വരും. എടാ ബോസേ, നീ എന്നെ വിവാഹം കഴിച്ചിട്ട് നീ ഡ്യൂട്ടിക്കെന്നും പറഞ്ഞ് നേരെ പോയത് ഒരു പെണ്ണിനൊപ്പം ബീച്ചിലേക്കല്ലായിരുന്നാടാ. എന്നിട്ട് അതിന് തെളിവായിട്ട് ലൈലയ്ക്കൊപ്പം ബോസ് ഇരിക്കുന്ന വീഡിയോയും ബോസിന്റെ ഭാര്യ അയച്ചു കൊടുക്കുന്നു. അതോടുകൂടി ബോസിന്റെ ചാപ്റ്റർ ക്ലോസ് ആയി. ബോസിനും പണി കിട്ടിയല്ലോ. ലൈല നേരെ തന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട്, ഇതുവരെ നടന്ന എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം, നമുക്ക് നന്നായിട്ട് ജീവിക്കണം, ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്നും ലൈല തന്റെ ഭർത്താവിനോട് പറയുന്നു. ഭർത്താവും അത് അംഗീകരിക്കും. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഭർത്താവാണെങ്കിൽ അപ്പോൾ ആ ഹാർമോണി പെട്ടി എവിടെയെന്നും ലൈലയോട് ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഹാർമോണി പെട്ടി സമരം നടന്ന സ്ഥലത്തു നിന്നും 2 കുട്ടികൾ എടുത്തോണ്ട് പോയിരുന്നു. ആ കുട്ടികളുടെ കയ്യിൽ ഹാർമോണി പെട്ടി ഇരിക്കുന്നത് ലൈലയുടെ വേലക്കാരി കണ്ടിരുന്നു. വേലക്കാരിയാണെങ്കിൽ ആ പിള്ളേരുടെ കയ്യിൽ നിന്നും ഹാർമോണി പെട്ടി പിടിച്ചു വാങ്ങിയിട്ട് നേരെ അത് കൊണ്ടുവന്ന് ലൈലയെ ഏൽപ്പിച്ചു. ലൈല അങ്ങനെ ആ ഒരു ഹാർമോണി പെട്ടിക്കകത്തിരിക്കുന്ന കാശ് മുഴുവൻ തന്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ലൈലയുടെ കൈവശം തന്നെ വീണ്ടും ആ ഒരു കാശ് വന്നു ചേർന്നിരിക്കുകയാണ്. ലൈലയും ഭർത്താവും പിന്നീടുള്ള ദിവസങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.